നമ്മുടെ സദ്യക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒന്നാണ് ഇഞ്ചിക്കറി അല്ലേ. സദ്യക്ക് തന്നെ വേണമെന്നില്ല, നമുക്ക് വീട്ടിൽ തോനെ ഇഞ്ചി ഇരിപ്പുണ്ടെങ്കിൽ കുറച്ച് ചോറിൻ്റെ കൂടെ കഴിക്കാൻ കുറച്ച് ഇഞ്ചിക്കറി ഉണ്ടാക്കി വെക്കുക അല്ലേ. വേറെ ഒന്നും വേണ്ട, ചോറിൻ്റെ കൂടെ ഇഞ്ചിക്കറിയും കൂട്ടി കഴിക്കാൻ അടിപൊളിയായിരിക്കും. ഇതും അങ്ങനെ തന്നെ കേട്ടോ. വീട്ടിൽ ഇഞ്ചി വെച്ചിട്ട് തോനെ ഇരുന്നപ്പോൾ കുറച്ച് ഇഞ്ചിക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇഞ്ചിക്കറിയെന്നോ ഇഞ്ചി അച്ചാറെന്നോ ഇഞ്ചമ്പുളിയെന്നൊക്കെ പല രീതിയിലും പറയുന്നത് കേട്ടിട്ടുണ്ട്. നമുക്ക് ഇഞ്ചിക്കറി കേട്ടോ. അപ്പം നമുക്ക് പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. നല്ലെണ്ണ ഉപയോഗിക്കുന്നവരുണ്ട്, എൻ്റെ നല്ലെണ്ണ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് വെളിച്ചെണ്ണ ഉപയോഗിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് ഞാൻ നേരത്തെ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചേക്കുന്ന ഇഞ്ചി കേട്ടോ, ഞാനല്ല അമ്മച്ചി അരിഞ്ഞ് തന്നത്. അപ്പം അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചേക്കുന്ന ഇഞ്ചി നമുക്ക് ഇട്ട് നല്ലതുപോലെ നല്ല ബ്രൗൺ കളറാകുമ്പോൾ വറുത്ത് കോരാവേ. എനിക്കൊരു 3 പ്രാവശ്യം വറുത്ത് കോരാനുള്ള ഇഞ്ചി ഉണ്ടായിരുന്നു. ഇതൊരു 1/2 കിലോയിൽ കൂടുതലുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സാധനം വറുത്ത് കോരി വരുമ്പോഴത്തേനും ഒരു ഇത്തിരി കാണത്തുള്ളൂ, നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്നതിൻ്റെ പകുതി പോലും കാണത്തില്ല. അപ്പം നല്ല ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. എന്നാലും ഇഞ്ചിക്കറി നല്ല കറുത്ത കളറിലിരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ വെളുത്ത കളറിലിരിക്കും. അപ്പം ഞാൻ 3 പ്രാവശ്യമായിട്ട് വറുത്ത് കോരിയിട്ടുണ്ടേ. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാവേ. ഇനി സെയിം എണ്ണയിൽ തന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കൊച്ചുള്ളി ഞാൻ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ, അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂണോളം ഉലുവാപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തീ നല്ല കുറച്ച് വെച്ചേക്കണം. എന്നിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് നേരത്തെ ഞാൻ കുറച്ച് പുളി എടുത്ത് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ, അത് നമുക്ക് നല്ലതുപോലെ ഞെവിടിപ്പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാവേ. കൊത്തെല്ലാം മാറ്റിയിട്ട് ആ വെള്ളമെല്ലാം കൂടെ നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് നമ്മൾ മാറ്റി വെച്ചേക്ക് നമ്മുടെ ഇഞ്ചി ഉണ്ടായിരുന്നല്ലോ, അതൊരു ജാറിനകത്തിട്ട് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ, അത് നമുക്ക് ഇതിനകത്തോട്ട് തട്ടിയിട്ട് കൊടുക്കാം. എന്നിട്ട് ഉപ്പ് ഇട്ട് കൊടുത്ത് അവസാനം ഇറക്കാറാകുമ്പോൾ കുറച്ച് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ, നല്ലതുപോലെ വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാവേ. ടാറ്റാ ബൈ ബൈ, സീ യു.